അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സൈറ്റ് സീയിങ്ങിൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ റോഡ് സൈഡിൽ കുറേ തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മൂന്നാറിൻ്റെ ടൗണ് ലൊക്കേറ്റ് ചെയ്തു. ടൗണിൽ ചിലവൊക്കെ നല്ല ബസ്സിലൂടെയുള്ള യാത്ര തന്നെ. മൂന്നാറിൻ്റെ ടൗണ് വഴിയിലൂടെ അങ്ങനെ പോയി. ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ടീ മ്യൂസിയമാണ്. അപ്പോൾ ടീ മ്യൂസിയത്തിൽ എത്തുന്നതിന് മുന്നേ കുറേ തേയിലത്തോട്ടങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ലൊക്കേഷൻ എത്തി, ടീ മ്യൂസിയം എത്തി. അതിനാദ്യം തന്നെ ഇതാണ് ലൊക്കേഷൻ, കണ്ടില്ലേ? വളരെ മനോഹരമാണ്. എന്ത് രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. ആ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ക്യാമറ പകർത്താനായിട്ട് ഏറ്റവും ഭംഗി അവിടെ കണ്ടുകൊണ്ട് കാണുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഈ ലൊക്കേഷൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം ആ തട്ടായിട്ട് കിടക്കുന്നതിനെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ആ ഒരു നീറ്റ് ഗ്രീന്, മേള ബ്ലൂ സ്കൈ, ആ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ, കണ്ണിനൊരു കുളിർമ, മനസ്സിനൊരു സുഖം കിട്ടുന്നൊരു കാഴ്ചയാണ്. അതിലൂടെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്, ചെറിയൊരു തൂക്കുപാലം പോലെ, ചെറിയൊരു അരുവി പോലത്തെ സംഗതി ഇന്ന് കടക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ ഞാനും ബാസും കുറച്ചു നേരം ആ വ്യൂ കണ്ടങ്ങനെ ആസ്വദിച്ചു നിന്നു. ബാസ് അവൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു. അവിടുന്ന് ആ ഒരു ഭംഗി, വിൻഡോസിൻ്റെ വാൾപേപ്പർ, അവിടെ എപ്പോഴും ഈ വിൻഡോസിൻ്റെ വാൾപേപ്പറിന് എല്ലാത്തിലും ചേർക്കുന്നത്. ഓക്കെ, അത്രയും മനോഹരമാണ് അതിനെ കാണാൻ. അതിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾ കുറച്ച് അവിടുത്തെ കാറ്റ് കൊണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറേ തേയിലൊക്കെ കുറച്ച് സ്ത്രീകൾ അവരുടെ പണിയൊക്കെ കഴിഞ്ഞു തലയിൽ തേയില കയറ്റിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഒരു ഫാക്ടറിയിലോട്ട്. അങ്ങനെ നമ്മുടെ ഫാക്ടറിയിലോട്ടുള്ള എൻട്രി നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ കഴിഞ്ഞു. അടിപൊളി മ്യൂസിയം, ടീ മ്യൂസിയം കഴിഞ്ഞു. മ്യൂസിയം ഉണ്ട്. അടുത്ത ടോപ്പ് പോയിന്റ് ഹിൽ സ്റ്റേഷനാണ്. എന്തോ അത്യാവശ്യം 1 മണിക്കൂർ യാത്ര ഉണ്ട് എന്ന് പറഞ്ഞു. 1 മണിക്കൂറില്ല, 1 മണിക്കൂർ ഇവിടെ ആവുന്ന പറഞ്ഞു. പക്ഷെ യാത്ര ഉണ്ട് പറഞ്ഞു. ഇവിടുന്ന് എന്തായാലും മേലെ കയറാനുള്ളതല്ല, അപ്പൊ എന്തായാലും പോവാണ്ടാവും. നമ്മള് എയർഫോഴ്സ് ഇല്ല, മുത്തര പരിചയപ്പെട്ടില്ല. ഒരു നല്ലൊരു എയർഫോഴ്സുകാരനെ പരിചയപ്പെട്ടു കേട്ടോ. എത്ര വർഷം? 18-ാം വയസ്സിൽ 18-ാം വയസ്സിൽ 16 വയസ്സായിട്ടുണ്ടാവും. കുറെ ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റി. നമ്മളെ 3ാമത്തെ ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചു അല്ലേ? വടകര, നാദാപുരം, അബ്ദുസലാം. ഇനി നമ്മൾ വഴിയെ കുറെ ആൾക്കാരെ കാണുന്നു പ്രതീക്ഷിക്കുന്നു. അതാണ് ഒരു നല്ലൊരു യാത്രയിൽ നമ്മൾ കുറെ പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ സ്ഥലങ്ങൾ കാണുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, ഒരുപാട് പിടിപാടികൾ അങ്ങനെ കിട്ടുന്നു. ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനത്തെ ആൾക്കാരെ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ബൈക്കിൽ പോയാലും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. ബൈക്കിലായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നാലും ഇങ്ങനെ കിട്ടൂല. അതാണ് നമ്മളെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒഴിഞ്ഞു കൂടി മാറി. നമ്മൾ സോളോ റൈഡ് മീൻസ് സോളോ അല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് സോളോ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായ മാട്ടുപ്പെട്ടി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് അവിടെ ഒരു 1/2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. 1/2 മണിക്കൂറല്ല, ഒരു 1/4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ ലൊക്കേഷന് പോയിട്ട് പുള്ളി അവിടെ കുറേ ആൾക്കാർ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ 2 സൈഡിലും എന്താണ് തേയിലത്തോട്ടങ്ങളാണ്. നേരെ മുന്നിലൊരു ഒരു മല കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കുറേ പേര് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ കുതിരപ്പുറത്ത് ഓടുന്ന ആൾക്കാരുണ്ട്, ഒക്കെ നമുക്കിവിടെ കാണാം. നല്ല കുതിര സവാരി കാണാം. പിന്നെ അതിനൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബഡ്ജറ്റ് കൊടുത്താൽ നമുക്ക് അതിലൊക്കെ സവാരി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് റോഡിനോട് ചേർന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു വൈബിൽ അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർത്തിയാൽ മതി. ഓക്കെ, അതാണ് നമ്മുടെ ഡ്രൈവേഴ്സ് അല്ലേ? നിങ്ങളിപ്പോൾ എത്രയായി ഇങ്ങനെ? 1 മാസമായി അല്ലേ? അപ്പോൾ ഈ സംഗതി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? 1 മാസം ആവണുള്ളൂ അല്ലേ? കാന്തല്ലൂര് റൂട്ട് ആള് കുറവാണ്. അതെന്താ റൂട്ട് മോശം?
അല്ല ആ റൂട്ടിൽ വീക്കെൻഡിലാണ് ആളും. അതുപോലെ കാണാനുള്ള സ്ഥലം തന്നെയാണോ? കൃഷിത്തോട്ടം, മറ്റേ പഴത്തോട്ടം, പഴം, ആപ്പിളൊക്കെ. ഇതിപ്പോ വട്ടവട വഴിയാ? അല്ല, നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ വട്ടവട പറഞ്ഞു. അവിടെ എന്താ ഇതുപോലെ കാണാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ? ഇവിടെ വട്ടവടയില് വില്ലേജാണ്. വില്ലേജാണ്, ഗ്രാമമാണ് മൊത്തം അല്ലേ? അതിനെല്ലാവരും പറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു. അങ്ങനെ ഞങ്ങളുടെ മാട്ടുപ്പെട്ടി വ്യൂ പോയിന്റിന് ശേഷം ഞങ്ങൾ ടോപ്പ് ഹിൽ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയി. അങ്ങനെ ബസ് വീണ്ടും യാത്ര തുടങ്ങി. അവരുടേക്കുള്ള ആ യാത്രയിലെ ഇടയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഡാം ഞങ്ങൾ അടുത്ത് ഇറങ്ങാനുള്ള ഡാം ഞങ്ങൾ ആ ഒരു ഡാമിൻ്റെ വഴിയിലൂടെയാണ് പോയത്. പിന്നെ അവിടെ നിന്നുള്ള ആ കോട മൂടിയ ആ ടോപ്പ് ഹിൽ സ്റ്റേഷൻ എത്തുന്നതിനനുസരിച്ച് കോട മൂടിയ വ്യൂസൊക്കെ ആയിട്ടോ കുറേ അത്യാവശ്യം നല്ല നല്ല തേയിലത്തോട്ടങ്ങൾക്കിടെ ആ കോട ആയിട്ട് മഞ്ഞ് നിറഞ്ഞുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നല്ല കണ്ണിനാ കുളിർമ നൽകുന്ന നല്ല ഒരു ഫീൽ നൽകുന്ന വ്യൂസ് ആയിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തു എന്നാണ് അറിയുന്നത്. 1 മണിക്കൂർ ഏകദേശം. അപ്പോൾ നമ്മുടെ മെയിൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്ര ചെയ്തില്ല നമ്മൾ. 1 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ട് ടോപ്പ് സ്റ്റേഷൻ്റെ പീക്കിലോട്ട് എത്താൻ ഏകദേശം 500 മീറ്റർ ഉണ്ട്. സോ നമുക്ക് പോവാം. അയ്യോ, എന്തായാലും അത്യാവശ്യം നല്ല കോട ഉണ്ടല്ലോ അവസ്ഥ. നല്ല കോട ഉണ്ട്. നമുക്ക് മുതലായിട്ടുണ്ട്. നമ്മള് വരുന്ന വഴിക്കേ ഞാൻ കരുതി അതായത് നമ്മള് എന്താ അവിടുന്ന് കോട വേറെ ഭാഗത്തേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഇങ്ങനെ മാറി പറഞ്ഞ പോലെ മൂവ് ആവണതാ. അതായത് മൈൻഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, മൈൻഡ് ഫ്രീ ആക്കാൻ, ഒന്ന് ഫ്രഷ് ആക്കാൻ പറ്റിയ ഏരിയ ഒന്നുമില്ല. ഇവിടെ വരിക, ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കുക, ഒന്ന് കണ്ണടക്കുക, ഒന്ന് ശരിക്ക് ദീർഘശ്വാസം എടുത്തിട്ട് ഇവിടെ നിൽക്കുക. അതാണ് മൊത്തത്തിലൊന്ന് എന്താ പറയാ അവസ്ഥ, ഒന്ന് ഹാപ്പി ആയില്ല, മൈൻഡ് ഫ്രീ ആക്കുക. ഇന്നത്തെ ദിവസം നല്ലൊരു ഹാപ്പി, സോള് ഹാപ്പി ആക്കുക. അതാണ് വേണ്ടി, സോളിനെ ഹാപ്പി ആക്കുക. മൊത്തത്തിൽ ഹാപ്പി മോഡായിരുന്നു. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ അതിന് വൈക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു യാത്ര വന്ന് എന്തായാലും ഒന്ന് ഹാപ്പി ആയി. നമ്മള് മൊത്തത്തില് അടിപൊളി ആവണം തന്നെ. നമ്മളെ മൈൻഡ്, നമ്മളെ സോളിനെ, നമുക്കകത്തുള്ള സോളിനെ നമ്മള് ഫ്രീ ആക്കണം, ഫ്രഷ് ആക്കണം, എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. നമ്മളൊരു ടയേർഡ്നെസ് അല്ലെങ്കിൽ മൊത്തത്തില് ജീവിതം മൊത്തത്തില് താളം മറിഞ്ഞ പോലെ ആവും. എന്തായാലും KSRTC ഈ ഒരു പാക്കേജ് എന്തായാലും സത്യം പറയാൻ അവസ്ഥ നമുക്കൊരു മുതൽ തന്നെയല്ല. തീർച്ചയായിട്ടും KSRTC ഇത് നിലപാടാക്കാനേ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ പോലത്തെ സാധാരണക്കാലത്തെ ആളുകൾ, അതായത് കൊറോണ സമയത്ത് തുടങ്ങിയോണ്ട് അവർക്കൊരു ഇനി അങ്ങോട്ട് കൊറോണ ഒന്ന് വിട്ടുമാറിയാൽ ചിലപ്പോൾ ഒന്നുകൂടെ എന്താ പറയാ ഹൈപ്പ് കയറും. പക്ഷെ ഇനി അവരുടെ സർവീസ് കാര്യങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്യേണ്ടിയിരിക്കും. എന്നാലും KSRTCയുടെ ഈ ഒരു മുന്നേറ്റം വളരെ നല്ലൊരു മുന്നേറ്റമാണ്. ഓക്കെ, നമ്മളെന്തായാലും ബിഗ് സല്യൂട്ട്. ഇവിടുന്ന് ബസ് ഇവിടെ കുറച്ച് കോഴിക്കോട് വൈബ്സും, കൊണ്ടോട്ടി, ചേളാരി, കുറച്ച് ടീംസ്. പുത്തനത്താണി ആരാ? അതല്ല, നമ്മള് നേരത്തെ കണ്ടല്ലോ മച്ചാമാരല്ലേ. നമ്മളെ കുറെ ആൾക്കാർ നമ്മളെ നോർത്ത് നിന്നുള്ള അല്ലേ. എന്തായാലും ഗായ്സ് കാണാം, ബസ് പോവാ. അപ്പൊ നെക്സ്റ്റ് എന്താ പ്ലാന്? അങ്ങനെ ടോപ്പ് ഹിൽ സ്റ്റേഷന്റെ ആ പീക്കിലോട്ട് എത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ 2 സൈഡിലും മാർക്കറ്റാണ്, മീൻസ് 2 സൈഡിലും കച്ചവടക്കാരാണ്. മാർക്കറ്റിലുള്ള കച്ചവടക്കാരാണ്. നമ്മുടെ 2 വശത്തായിട്ടും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, സ്വീറ്റ്സും എല്ലാ കാര്യങ്ങളായിട്ട് അങ്ങനെ നടക്കുന്നു. അങ്ങനെ പിള്ളേരായിട്ടൊക്കെ വരികയെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ കാശ് കരുതിയാൽ ഒന്നും വലിയ കണ്ണ് കുത്തി നടത്തുക അവരെ. ഓക്കെ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടത്തും. അവസാനം അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ടിക്കറ്റിന് 20 rupees കൊടുക്കണം. അങ്ങനെ പക്ഷെ അങ്ങനെ ആ വ്യൂ കാണാനാണ് അവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഈ കൊറോണൻ്റെ സാഹചര്യത്തിൽ കുറേ ആൾക്കാരുടെ ഇടയിൽ കുത്തി തിരികണ്ടെന്ന് കരുതി പോരാത്തതിന് നല്ല കോട മൂടിയോണ്ട് അവിടെയുള്ള വ്യൂ കാണാനും കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കരുതി കോട കാണാനാണെങ്കിൽ അവിടെ നമ്മുടെ നേരത്തെ കണ്ട സ്പോട്ടിൽ ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ ഇവിടെ കയറിയില്ല ഞങ്ങൾ. സോ അപ്പോൾ ഇവിടുന്ന് വെല്ല വിട്ടു, ഇവിടുന്ന് വെല്ല തിരിച്ചു.
ഇവിടെ നിന്ന് നമ്മുടെ ടോപ്പ് ഹിൽ സ്റ്റേഷൻ്റെ ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് തിരിച്ചു. കാരണം അവിടെ മൊത്തത്തിൽ കോട മൂടി കിടക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ടോപ്പ് ഹിൽ സ്റ്റേഷനോടും ബൈ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത സ്പോട്ടായ കുണ്ടള ഡാമിലോട്ടാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. അങ്ങനെ ഇവിടുന്ന് വീണ്ടും നമ്മൾ വന്ന വഴിയിലോട്ടാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ കാണുന്ന കുണ്ടള ഡാം കിടക്കുന്നത്. അപ്പോൾ ഏകദേശം അവിടുന്ന് 1 മണിക്കൂർ യാത്ര എങ്ങനെയായാലും ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളി കോട വ്യൂസ് കണ്ടിട്ട് വീണ്ടും ആ ഒരു യാത്രയിലോട്ട് തിരിച്ചു. അങ്ങനെ നമ്മുടെ കുണ്ടള ഡാമിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ ഫുഡ് കിട്ടുന്നത്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് ആ ഡാമിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഫുഡ് വരുന്നത്. ടോപ്പ് ഹിൽ സ്റ്റേഷൻ്റെ മതിയാക്കുന്ന കാഴ്ചകളും കണ്ണിന് കുളിർമേലുന്ന കാഴ്ചകളും കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ വാസ്തു നമ്മളിപ്പോൾ ഇവിടെ കുണ്ടല ഡാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുണ്ടല ഡാമിൽ കുറച്ച് നേരം ഒരു ഡാം ഞാൻ സത്യം പറയട്ടെ ആ ഡാം ഇങ്ങനത്തെ ഒരു ഡാം ആദ്യമായിട്ട് കണ്ടു കേട്ടോ. പിന്നെ കണ്ടിട്ടുണ്ടാവും മറ്റേ ഡാമായിരിക്കും. ഞാൻ ചെക്ക് ഡാം ചെറിയ ഡാമുകളുണ്ട്, പക്ഷെ വലിയ ഡാം പാലക്കാട് ഡാം എൻ്റെ മനസ്സിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഉള്ളതായിട്ട് ഓർമ്മയില്ല. ബ്രോ ഓക്കെ ബോസ്, അപ്പം നമ്മുടെ കുണ്ടല ഡാം എത്തിട്ടോ. കുണ്ടള ഡാം എത്തി. യെസ്, നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല വെയിലും. അതായത് നമ്മുടെ കൂളറിന്റെ അകത്തൊക്കെ ഇരുന്നൊരു ഫീൽ അല്ലേ, ഒരു പ്രത്യേകതര കാലാവസ്ഥയാണ് അല്ലേ. കൂളറിന്റെ അകത്ത് ഇതെന്തോടാ വെള്ളം നോക്കിയല്ലേ, ഡാം വൈബ്. ഇതിന്റെ ഒരു കട്ടില ഉറപ്പില്ല, ഇതെന്താ ശരിക്കും കല്ലാണെന്നുണ്ടാവല്ലേ. എല്ലാം ഡാം ശരിക്കും എന്തുകൊണ്ടാ ബിൽഡാണ്? ഡാം കോൺക്രീറ്റ് എടാ കോൺക്രീറ്റടാ, പിന്നെ കരിങ്കല്ല് വേറെത്താ. ശരിക്കും ഡാം സിസ്റ്റം പൊളിയല്ലേ. അതുകൊണ്ടല്ലേ നമ്മള് വേനൽക്കാലത്തൊക്കെ നമ്മള് ഡാം തുറന്നുകണേ, കുറച്ച് തുറന്നുകണം. അവിടെ പോയാൽ നല്ല വ്യൂ കിട്ടും. ആ സൈഡ് പോയാൽ നല്ല വ്യൂ കിട്ടുക. സ്ഥലം കാട്ടി വലിപ്പമുള്ള മെഷീന് ഇതിന്റെ ഇടയിലൊക്കെ വെട്ടാണ്ടല്ല. ഷട്ടർ പൊന്തിക്കാലാണ്. അപ്പൊ പൊന്തിക്കാടെ കൈ ഇവിടെ വെച്ചാൽ മതി. കുറ്റികള് യോ മാൻ യോ വിത്ത് ഇത് നോക്കിയേ നിങ്ങളെ, ഇത് നോക്കിയേ. ഇതിന് അടിക്ക് ആടെയും കണ്ടാവും. ഇവിടുന്ന് അടിക്ക് ആടിയാലേ കണ്ണൊന്നും ഇട്ടോക്കട്ടെ ഞാൻ ഇതിട്ടോ. പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ വെള്ളം കുറച്ചുള്ളില്ല, ഡാം തുറക്കാത്തോണ്ട്. ഓ യാ മാൻ, ചാടണ അവസ്ഥ ഒന്ന് ചാടി നോക്കാം. കുണ്ടള ബോട്ടിങ്ങിന്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. കുണ്ടള ഡാമില് ബോട്ടിങ്ങിന്റെ പരിപാടി ഉണ്ട്. സോ ഞങ്ങളിപ്പോ ബോട്ടിങ് ചെയ്യുന്നില്ല, പെഡലിങ് ഉണ്ട്, പിന്നെ വേറെന്തൊക്കെ പരിപാടി ഉണ്ട് വാസ്തിനറിയാം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 2 ആൾക്കാരെ കിട്ടി. ഒരു അലപ്പി ഒരു കോട്ടയക്കാരെ ഒരു കമ്പനിയായിട്ട് കിട്ടി. നമ്മൾ കൂടെ ബസ്സിലുണ്ടായിരുന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ട്. നമുക്ക് നോക്കാം 2 പിള്ളേർ. അപ്പോൾ അലപ്പിക്കാരെ അവിടെ അലപ്പി എന്നാ ഫ്രീ ബോട്ടിങ് ഉണ്ടാവില്ലേ. ഇതാ ഒരു ബോട്ട് ഓണറാ, വൈബാക്കല്ല നമുക്ക്. ഞങ്ങളിങ്ങനെ വൈബ് ആസ്വദിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രകൃതിയുടെ ഒരു അതിമനോഹരമായൊരു കാഴ്ച. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ കണ്ടിരുന്ന കോട എല്ലാം കൂടെ അടിയിലോട്ട് ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തന്ന പോലത്തെ ഒരു വ്യൂ സമ്മാനിച്ചു. അവിടെ ഇത് നമ്മുടെ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ചുകൂടി വൈബുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ബാസ് അങ്ങോട്ട് കയറി പോകുന്നു. ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക, പൈൻ മരങ്ങളാണ് ഈ കാണുന്നുണ്ടില്ല. ബാസ് കയറി പോകുന്നു, മൊത്തത്തിൽ പൈൻ മരങ്ങളാണ്. ഒരു പ്രത്യേക ഫീൽ തന്നെ അതിനകത്ത്. അവിടെ വേറെ എന്തോ ഓഫീസോ അങ്ങനെ എന്തോ സംഗതി ഉണ്ട് അവിടെ. ഇവിടുത്തെ അങ്ങനെ ഒരു സിനിമാറ്റിക് ഷോട്ട് എടുക്കാമെന്ന് എടുത്തിട്ട് ഞാനിതാ മുന്നിലോട്ട് ഓടുന്നു. ഞാനിങ്ങനെ മുന്നിലോട്ട് ഓടുമ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ എനിക്ക് യാദൃശികമായിട്ട് കുറച്ച് അതിഥികളെ കിട്ടി. അപ്പോൾ അതിഥികളാരാന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. കണ്ട പാടെ ഞാനും തരിച്ചു. ഇത്രയും ഫാൻസോ എനിക്ക്. ഞാൻ വന്ന പാടെ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചവർ. ഞാൻ അതേപടി ഒറ്റ നൃത്തം. ഞാൻ ഓടണ്ടടാ പറഞ്ഞിട്ട് ഞാൻ മുന്നിലോട്ട് ഓടി.
ക്യാമറ പിടിച്ച് ശരിക്കും പെട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ അതിഥികളെ ബുദ്ധിമുട്ടിക്കാണ്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് കുറച്ച് അത്യാവശ്യം വീഡിയോസ് എടുത്തു. നിങ്ങൾക്ക് കാഴ്ചക്കാർക്ക് കാണിച്ചു തരണമല്ലോ ഇവിടുത്തെ ഏരിയകൾ എങ്ങനെയാണ്. അങ്ങനെയൊക്കെ എടുത്ത് വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത് മെമ്മറി ഫുള്ളായി എന്നുള്ളത്. അപ്പം മെമ്മറി ഫുള്ളായപ്പോൾ ആവശ്യമായിട്ടുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ സംഗതികൾ ഡിലീറ്റ് ചെയ്തു, സ്പേസ് ഉണ്ടാക്കി. എന്നിട്ടും സ്പേസ് പോരെ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഏകദേശം കുണ്ടള ഡാം വരെ ആ വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മാക്സിമം പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യാനും വേണ്ടി ഞാൻ കുറച്ച് സ്പേസ് മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം എക്കോ പോയിൻറ്റിൻ്റെ വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല, പിന്നെയുള്ള ഡാമിൻ്റെ വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളോട് എന്തായാലും സോറി ഫോർ ദാറ്റ് ഇൻസിഡൻറ്റ്. ഈ നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രീ പ്ലാൻഡ് അല്ല നമ്മുടെ ഈ യാത്ര, അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത്. നെക്സ്റ്റ് ടൈമുള്ള ഒരു യാത്രയിൽ എന്തായാലും കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. എങ്ങനെയുണ്ട് അവസ്ഥ? മൊത്തത്തിൽ വൈ പഠിച്ചിട്ടു കാര്യം എന്തായാലും ഹാപ്പി ആയി, മൊത്തത്തിൽ ഹാപ്പി ആവണല്ലേ? ഹാപ്പി 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 വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മളെ പ്രത്യേകിച്ച് ഇതിന്റെ അടുത്ത് കുറെ ഷോട്ട് മിസ്സായി. ആ ഷോട്ട് ഇങ്ങോട്ട് കാണാൻ പോകുന്നുണ്ട്. അല്ല ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷന്റെ ഷോട്ട് മിസ്സായി. അപ്പോൾ അത് മിസ്സാകാൻ കാരണം സ്പേസ് ഇല്ല ഉള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് പൊട്ടാൻ പറ്റുന്നുണ്ടോ? അത് ഞാൻ മെമ്മറി എടുത്തിട്ടില്ല, നമ്മൾ ഇത്ര ഓണം ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്തായാലും മുതലായിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, ഇവിടെ നിന്ന് ആടിയിട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ വേറെ 2 അതിഥികളെ കൂടെ കിട്ടിയിട്ടോ. ഇവര് ബൈക്കിൽ വന്ന് രണ്ടാൾ ബൈക്കിൽ വന്നില്ലേ? അതിനെ കുറിച്ച് തന്നെ ഈ പറഞ്ഞു. JK വേൾഡ് ആണ് പിന്നെ ചാനലിന്റെ പേര്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിഡൂസ് TV എന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് കാർട്ടൂണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂണൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കിഡൂസ് TV അല്ലേ? അവന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവനും മൂന്നാറിന്റെ ട്രിപ്പും അതിന്റെ വ്ളോഗും കാര്യങ്ങളായിട്ട് വന്നാണ്. നമ്മള് യാദൃശ്യമായിട്ട് കണ്ടുപിട്ടി നമ്മുടെ മലപ്പുറംകാരനെ കൊണ്ടോട്ടിയുള്ള ടീമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. ഇയാൾ വീണ്ടും ആ ബസ്സിലുള്ള സ്റ്റൈല് വീണ്ടും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മച്ചാന് അടിപൊളിയാണ്. അപ്പോൾ അവനെന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ മോണിറ്റൈസേഷനൊക്കെ ഓണാവട്ടെ. ഓക്കെ, പൊളി 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 പൊളി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ട്രാവൽ വീഡിയോ ഒക്കെ ഉണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു മൂന്നാറിൻ്റെ യാത്ര ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് നല്ല നല്ല യാത്രകളും നല്ല നല്ല കാഴ്ചകളും പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. കുറേ പരിമിതികളുണ്ടായിരുന്നു ഈ യാത്രയിൽ, ഈ വീഡിയോ എടുക്കുന്നതിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ഓരോ യാത്രയിലും അടുത്ത ഓരോ വീഡിയോസിലും നമ്മൾ പുതിയ രീതിയിൽ അല്ലെങ്കിൽ ആ പരിമിതികളൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള വീഡിയോസ് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. സോ നിങ്ങളെന്തായാലും കീപ് സപ്പോർട്ടിങ്, നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ യാത്രാ കാഴ്ചകളും നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ വീഡിയോൻ്റെ ആ ഗതിയെ മൊത്തത്തിലായിട്ട് മാറും. നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ലിജി ഓൺലൈൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലിജി ഓൺലൈൻ സൈനിങ് ഔട്ട്.